ബ്രില്യന്റ് വിക്ടറി ഡേ. വിദ്യാർത്ഥികൾ ഒരു വർഷം ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് നേടിയ വിജയം, അതിനെ ഏറ്റവും ഗംഭീരമായി ആഘോഷിക്കാൻ ബ്രില്യന്റ് ഫാമിലി തയ്യാറായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ സങ്കീർണത നിറഞ്ഞ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് എൻട്രൻസ് എക്സാം മുന്നോട്ട് പോയത്. അപ്പോഴും ബ്രില്യന്റ് സ്റ്റഡി സെന്ററും അവിടുത്തെ വിദ്യാർത്ഥികളും ഏറെ മുൻപന്തിയിൽ തന്നെയായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാജ്യത്തെ ഏറ്റവും നമ്പർ 1 എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പട്ടികയിൽ കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് നിന്നുള്ള ബ്രില്യന്റിനെ കുറിച്ച് സുപ്രീം കോടതി പരാമർശിച്ചത്. അതെ, ബ്രില്യന്റ് വിക്ടറി ഡേ അത് കേരളം എന്ന സംസ്ഥാനത്തിന്റെ ആഘോഷമാണ്. കാരണം 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പ്രവേശന പരീക്ഷയിൽ കേരളത്തിൽ നിന്നും വലിയൊരു ശതമാനം വിജയം സൃഷ്ടിക്കാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിനും ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾക്കും സാധിച്ചു എന്നത് ഏറെ എടുത്തു പറയണം. ഡയറക്ടേഴ്സിന്റെയും അധ്യാപകരുടെയും കോർഡിനേറ്റർമാരുടെയും മെന്റേഴ്സിന്റെയും എല്ലാം തുടങ്ങി ബ്രില്യന്റിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെയും അക്ഷീണ പരിശ്രമവും കൃത്യമായ ആസൂത്രണവുമാണ് ഈ വലിയ വിജയത്തിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ അത് ഏറെ അഭിമാനത്തോടെ ഞങ്ങൾ ബ്രില്യന്റ് ഫാമിലി ആഘോഷിക്കുകയും ചെയ്യും. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അതിഗംഭീര മെഡിക്കൽ വിക്ടറി ഡേ. 1 കോടി രൂപ സ്കോളർഷിപ്പ് നൽകിയാണ് ഇന്ത്യയിലെ ഒന്നാമനെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരനായ ശ്രീനന്ദ് ശർമ്മിലിനെ ബ്രില്യന്റ് ആദരിക്കുന്നത്. അതോടൊപ്പം 716 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 21 അർഹനായ പത്മനാഭ് മേനോനെ 10 ലക്ഷം രൂപ നൽകി ബ്രില്യന്റ് ആദരിക്കുന്നു. 715 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 49 നേടിയ ദേവദർശനെയും ബ്രില്യന്റ് 10 ലക്ഷം രൂപ നൽകിയാണ് ആദരിക്കുന്നത്. 715 മാർക്കോടെ ഓൾ ഇന്ത്യ റാങ്ക് 73 നേടിയ അഭിഷേക് വിജയ് 10 ലക്ഷം രൂപയ്ക്ക് അർഹനാകുന്നു. 715 സ്കോറോടെ ഓൾ ഇന്ത്യ റാങ്ക് 82 നേടിയ അഭിനവ് സുനിൽ പ്രസാദ് 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിനാണ് അർഹനാവുന്നത്. അങ്ങനെ തുടങ്ങി 2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്ന സ്കോർ നേടിയ 2500-ലധികം വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ബ്രില്യന്റ് ഓഗസ്റ്റ് 10 ആദരിക്കുകയാണ്. ഈ മഹാവേദി അരങ്ങേറുന്നത് അങ്കമാലിയിലെ അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പ്രോഗ്രാമുകളെല്ലാം നടത്തുന്ന ഒരിടമാണ് അങ്കമാലിയിലെ അറ്റ്ലക്സ് കൺവെൻഷൻ സെന്റർ. 10,000 ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കും വിധമുള്ള അതിഗംഭീരമായ വലിയൊരു വേദിയാണ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമായി ഒരുങ്ങിയിരിക്കുന്നത്. 10,000-കണക്കിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന ഒരു വലിയ സൗകര്യം കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ 14 ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്ന 10,000-കണക്കിലധികം വരുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള അതിഗംഭീരമായ സൗകര്യം ആ ഒരു കോമ്പൗണ്ടിനോടനുബന്ധിച്ച് തന്നെയുണ്ട്. തൃശ്ശൂർ NH-നോട് ചേർന്ന് 50 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന അതിബൃഹത്തായ സ്ഥലത്താണ് അറ്റ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികൾ തന്നെയാണ് നിങ്ങളെല്ലാവരെയും ആദരിക്കാൻ ബ്രില്യന്റ് വിക്ടറി ഡേയിലേക്ക് കടന്നു വരുന്നത്. 15ാം കേരള നിയമസഭയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു, നിലവിൽ കേരളത്തിന്റെ നിയമ വ്യവസായ കയർ മന്ത്രിയായ ബഹുമാനപ്പെട്ട ശ്രീ പി രാജീവ്, കേരള 15ാം നിയമസഭയിൽ ഏറ്റുമാനൂരിൽ നിന്നുള്ള MLA-യും കേരളത്തിന്റെ സഹകരണം, ദേവസ്വം, തുറമുഖം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവൻ, 15ാം കേരള നിയമസഭയിലെ ജലസേചന വകുപ്പ് മന്ത്രിയായ ബഹുമാനപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ, ചാലക്കുടിയിൽ നിന്നുമുള്ള ലോക്സഭാംഗമായ ബഹുമാനപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ, കേരള കോൺഗ്രസ് M ചെയർമാനും രാജ്യസഭാംഗവുമായ ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ മാണി, മുതിർന്ന കേരള കോൺഗ്രസ് നേതാവും കോട്ടയം MP-യുമായ ശ്രീ കെ ഫ്രാൻസിസ് ജോർജ്, അങ്കമാലിയിൽ നിന്നുള്ള നിയമസഭാംഗമായ ശ്രീ റോജി M ജോൺ, 2019 മുതൽ പാലായിൽ നിന്നുള്ള നിയമസഭാംഗവും നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള പാർട്ടിയുടെ സ്ഥാപകാംഗവുമായ മാണി സി കാപ്പൻ, കൊച്ചി രാജഗിരി ഹോസ്പിറ്റൽ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സയൻസിലെ ഡയറക്ടറായ പത്മശ്രീ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ, കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയും അറിയപ്പെടുന്ന കവിയുമായ ശ്രീ VP ജോയ് IAS, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ദക്ഷിണ മേഖലയുടെ ചുമതലയുമുള്ള IG-യുമായ
ജി സ്പർജൻ കുമാർ IPS. എറണാകുളം റൂറൽ ജില്ലയുടെ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന IPS. കേരള പോലീസിലെ സീനിയർ SP ആയ ശ്രീ VG വിനോദ് കുമാർ IPS. കോട്ടയം നാർക്കോട്ടിക് സെൽ DYSP ശ്രീ AJ തോമസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കപ്പൽ നിർമ്മാണശാലയായ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മധു S. നായർ. സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ ശ്രീ CP ജോൺ. മുതിർന്ന മാധ്യമ പ്രവർത്തകനും 24 ഫ്ലവേഴ്സ് എന്നീ ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ശ്രീ R. ശ്രീകണ്ഠൻ നായർ. കേരളത്തിലെ യുവജന നേതാക്കളിൽ പ്രമുഖനും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. രാജ്യത്തെ തന്നെ പ്രശസ്തരായ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധരിൽ ഒരാളും കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും കാർഡിയോ തെറാസിക് സർജറി വിഭാഗം ഹെഡുമായ ഡോക്ടർ TK ജയകുമാർ സർ. നാഷണൽ കൗൺസിൽ ഓഫ് CBSE സ്കൂൾസ് സെക്രട്ടറി ജനറലായ ഡോക്ടർ ഇന്ദിര രാജൻ. പ്രശസ്ത സിനിമാ താരം കുമാരി ദർശന S. നായർ. മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് G. മീനഭവൻ. മുത്തോലി പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷീബ റാണി. മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ രാജൻ മുണ്ടപറ്റം. മുനിസിപ്പൽ കൗൺസിലർ ഓഫ് പാല ശ്രീ ജിമ്മി ജോസഫ്. കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് മുൻ ഡയറക്ടർ ശ്രീ ജോർജ് കുട്ടി അഗസ്റ്റി. കോഴിക്കോട്ടെ ദേവഗിരി പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ജോണി കാഞ്ഞിരത്തിങ്കൽ CMI. പാല ചാവറ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ സാബു കുടപ്പാട് CMI. മാന്നാനം K സ്കൂൾ പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി CMI. ഇങ്ങനെ തുടങ്ങി കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ഒട്ടനവധി പ്രമുഖരാണ് ബ്രില്യന്റ് വിക്ടറി ഡേയിൽ അണിനിരക്കുന്നത്. മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ 2500-ലധികം വിദ്യാർത്ഥികളെയാണ് ബ്രില്യന്റ് ആദരിക്കുന്നത്. അവരും അവരുടെ മാതാപിതാക്കളും ഏറെ അഭിമാനത്തോടു കൂടി പങ്കിടുന്ന ഒരു പ്രൗഢ ഗംഭീരമായ വേദിക്കാണ് ഓഗസ്റ്റ് 10 കേരളം സാക്ഷിയാവാൻ പോകുന്നത്. നീറ്റ് 2024 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബ്രില്യന്റിലെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് ഹാർദവമായ സ്വാഗതം. ചടങ്ങിന് എത്തിച്ചേരാൻ സാധിക്കാത്ത ബന്ധുമിത്രാദികൾക്കായി ലൈവ് ടെലികാസ്റ്റിംഗ് ബ്രില്യന്റ് യൂട്യൂബ് ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ആവേശമുണർത്തുന്ന കലാവിസ്മയങ്ങൾ കൊണ്ട് വർണ്ണശബളമായ വേദി നിറയ്ക്കുന്ന കാഴ്ചയ്ക്കും കൂടിയാണ് 10,000-കണക്കിലധികം വിദ്യാർത്ഥികളും മാതാപിതാക്കളും സാക്ഷിയാവാൻ പോകുന്നത്.